പരിശുദ്ധ അമ്മ. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിലൂടെ വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് യഥാർത്ഥമായ മരിയഭക്തി എന്താണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥമായ മരിയഭക്തിയും യഥാർത്ഥമല്ലാത്ത മരിയഭക്തിയും ഉണ്ട് എന്ന് വിശുദ്ധൻ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മിനുക്ക് പണികളിൽ അതീവ സമർത്ഥനും പരിചയസമ്പന്നനുമായ ഒരു കള്ളനാണയ നിർമ്മാതാവിനെ പോലെ തന്ത്രക്കാരനായ പിശാച്, വഞ്ചകനായ പിശാച് പരിശുദ്ധ കന്യകയോടുള്ള യഥാർത്ഥമല്ലാത്ത ഭക്തി വഴി പലരെയും ചതിക്കുകയും നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വിശുദ്ധൻ പഠിപ്പിക്കുന്നു. അവൻ തന്നെ പ്രചോദിപ്പിക്കുന്ന ചില ബാഹ്യമായ ആചാരങ്ങൾ കൊണ്ടും ഏകാഗ്രതയില്ലാതെ ചൊല്ലുന്ന പ്രാർത്ഥനകൾ കൊണ്ടും പലരെയും തൃപ്തരാക്കി വഞ്ചിക്കുകയാണ്. അങ്ങനെ പാപാവസ്ഥയിൽ ഉറങ്ങുവാൻ വേണ്ടി അവൻ താരാട്ട് പാടുകയും അതിലവർക്ക് മൂഢമായ ഒരു സന്തോഷം നൽകുകയും ചെയ്തുകൊണ്ട് അവരെ നിത്യനാശത്തിലേക്ക് വീഴ്ത്തുന്നുവെന്ന് വിശുദ്ധൻ ഓർമ്മിപ്പിക്കുന്നു. ഒരു കള്ളനാണയ നിർമ്മാതാവ് പൊന്നോ വെള്ളിയോ അല്ലാത്ത നാണയങ്ങളിൽ വളരെ ചുരുക്കമായി തട്ടിപ്പ് നടത്താറുള്ളൂ. കാരണം അവയിൽ കളവ് കാണിക്കുക മിക്കപ്പോഴും ലാഭകരമല്ല. അതുകൊണ്ട് പിശാച് യേശുവിനോടും മറിയത്തോടുമുള്ള ഭക്തിയിൽ മാത്രമേ സാധാരണയായി തൻ്റെ കാപട്യങ്ങൾ പ്രയോഗിക്കാറുള്ളൂ. മറ്റ് ഭക്തകൃത്യങ്ങളെ കളങ്കപ്പെടുത്തുവാൻ മിക്കവാറും അവൻ ശ്രമിക്കാറില്ല. കാരണം സ്വർണവും വെള്ളിയും മറ്റ് ലോഹങ്ങളെക്കാൾ വിലപിടിപ്പുള്ളതാകുന്നത് പോലെ ദിവ്യകാരുണ്യ ഭക്തിയും മരിയഭക്തിയും മറ്റ് ഭക്തകൃത്യങ്ങളെക്കാൾ വിശിഷ്ടതരമാണ്. ആകയാൽ യഥാർത്ഥമല്ലാത്ത മരിയഭക്തിയും യഥാർത്ഥമായ മരിയഭക്തിയും വിവേചിച്ചറിയുക വളരെ അത്യാവശ്യമാണെന്ന് വിശുദ്ധൻ ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് കപടഭക്തിയിൽ പെടാതിരിക്കുന്നതിനും യഥാർത്ഥ ഭക്തിയെ സ്വീകരിക്കുന്നതിനും ആദ്യമായി വേണ്ടത്. യഥാർത്ഥ മരിയഭക്തികളിൽ ഉത്തമവും മാതാവിന് ഏറ്റവും പ്രിയങ്കരവും ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുന്നതും നമ്മെ കൂടുതൽ വിശുദ്ധീകരിക്കുന്നതും ഏതെന്നറിയണം. അതിനെയാണ് നാം സ്വീകരിക്കേണ്ടതെന്ന് വിശുദ്ധൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി യഥാർത്ഥമല്ലാത്ത മരിയഭക്തിയും യഥാർത്ഥമല്ലാത്ത മരിയ ഭക്തരെയും കുറിച്ച് വിശുദ്ധൻ പ്രതിപാദിക്കുകയാണ്. 7 തരത്തിലുള്ള യഥാർത്ഥമല്ലാത്ത മരിയഭക്തിയും യഥാർത്ഥമല്ലാത്ത മരിയ ഭക്തരെയും വിശുദ്ധൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ തരം യഥാർത്ഥമല്ലാത്ത മരിയ ഭക്തരുടെ പേര് വിമർശകർ എന്ന് വിശുദ്ധൻ ഓർമ്മിപ്പിക്കുന്നു. വിമർശകർ ആരാണിവർ? അഹങ്കാരികളായ പണ്ഡിതരാണ് ഇക്കൂട്ടർ. എടുത്തുചാട്ടക്കാരും സ്വയം പര്യാപ്തവരെന്ന് അഭിമാനിക്കുന്നവ ഇവർക്കുമുണ്ട് മാതാവിൻ്റെ ബഹുമാനത്തിനായി ചില ഭക്തകൃത്യങ്ങളൊക്കെ. എന്നാൽ സാധാരണക്കാർ നിഷ്കളങ്ക ഹൃദയത്തോടും തീവ്ര ഭക്തിയോടും കൂടി ചെയ്യുന്ന ഭക്തകൃത്യങ്ങളെല്ലാം അവർ വളരെ ദോഷമെന്ന് നിരൂപണം ചെയ്യും. അവയൊന്നും അവരുടെ ചിന്താഗതിക്ക് അനുരൂപമല്ല. കാരണം പരിശുദ്ധ കന്യകയുടെ മധ്യസ്ഥ ശക്തിയും കാരുണ്യവും തെളിയിക്കുന്ന അത്ഭുതങ്ങളിൽ അവ വിശ്വാസയോഗ്യരായ ഗ്രന്ഥകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നതായാലും സന്യാസ സഭകളുടെ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നതായാലും ഇവർക്ക് വിശ്വാസമില്ല. നിഷ്കളങ്കരും വിനീതരുമായ ഭക്തജനങ്ങൾ ചിലപ്പോൾ തെരുവിനരികെ നിന്നുപോലും മാതാവിൻ്റെ രൂപത്തിന് മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കാണുന്നത് ഇവർക്ക് വലിയ വിഷമമാണ്, അസഹ്യമാണ്. അപ്രകാരം ചെയ്യുന്നവർ വിഗ്രഹാരാധകരാണ് എന്ന് ഇവർ കുറ്റപ്പെടുത്തുന്നു. അവർ ആരാധിക്കുന്നത് കല്ലും മരത്തെയുമാണ് പോലും. ബാഹ്യമായ ഈ ഭക്തി പ്രകടനങ്ങളൊന്നും തങ്ങൾക്ക് ആവശ്യമില്ലെന്നും മാതാവിനെപ്പറ്റി പറയുന്ന അത്ഭുതങ്ങൾ വിശ്വാസയോഗ്യമല്ലാത്ത കെട്ടുകഥകൾ ആണെന്നുമാണ് ഇപ്രകാരമുള്ള വിമർശകരുടെ നിലപാട്. സഭാപിതാക്കന്മാർ മാതാവിനെ പ്രകീർത്തിച്ച് എഴുതിയിട്ടുള്ള കീർത്തനങ്ങൾ അവരുടെ മുൻപിൽ നമ്മൾ ചൊല്ലിയാൽ
ഒന്നുകിൽ വളരെ വിദഗ്ധരായ പ്രസംഗകരെ പോലെ പിതാക്കന്മാർ ആലങ്കാരികമായും അതിശയോക്തി കലർത്തിയും പറയുന്നതാണെന്ന് അവർ വാദിക്കും. അതുമല്ലെങ്കിൽ അവർ തെറ്റായി ഇത് വ്യാഖ്യാനിക്കും. അഹങ്കാരികളും ലൗകികരുമായ ഇത്തരക്കാരെ വളരെയേറെ ഭയപ്പെടുക തന്നെ വേണമെന്ന് വിശുദ്ധൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവമാതൃഭക്തിക്കെതിരായി എതിരായി അവർ തെറ്റ് ചെയ്യുകയാണ്. ദുരുപയോഗത്തെ ദൂരീകരിക്കുവാൻ എന്ന ഭാവേന അവർ വിശ്വാസികളെ ഈ ഭക്തിയിൽ നിന്ന് ബഹുദൂരം അകറ്റിക്കളയുന്നു. ഇനി രണ്ടാമത്തെ യഥാർത്ഥമല്ലാത്ത മരിയ ഭക്തരാണ് സംശയാലുക്കൾ. ആരാണ് ഇവർ? മാതാവിനെ സ്തുതിക്കുമ്പോൾ നാം പുത്രനെ ഒരു വിധത്തിൽ അപമാനിക്കുകയല്ലേ എന്ന് ഇവർ ചോദിക്കുന്നു. ഒരാളെ ഉയർത്തി മറ്റേയാളെ താഴ്ത്തുകയല്ലേ എന്ന് ഭയപ്പെടുന്നവരാണ് ഇക്കൂട്ടർ. പരിശുദ്ധ പിതാക്കന്മാർ മറിയത്തിന് നൽകുന്ന നീതിയുക്തമായ മഹത്വവും ബഹുമാനവും നാം അവൾക്ക് നൽകുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മാതാവിനോട് പ്രാർത്ഥിക്കുന്നവർ അവൾ വഴി ക്രിസ്തുവിനോടാണ് അപേക്ഷിക്കുന്നതെന്ന് അവർക്കറിഞ്ഞുകൂടാ എന്ന് തോന്നുന്നു. മാതൃഭക്തിയും ദിവ്യകാരുണ്യ ഭക്തിയും പരസ്പര വിരുദ്ധങ്ങളാണെന്നാണ് ഇവർ ചിന്തിക്കുക. ദിവ്യകാരുണ്യ സന്നിധിയിൽ എന്നതിനേക്കാൾ മാതാവിൻ്റെ അൾത്താരയുടെ മുൻപിൽ എപ്പോഴെങ്കിലും കൂടുതൽ ആളുകൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കാണുക അവർക്ക് ദുസ്സഹമാണ്. മാതാവിനെപ്പറ്റി ധാരാളം സംസാരിക്കുന്നതും അവളോട് തുടരെ പ്രാർത്ഥിക്കുന്നതും ഇവർക്കിഷ്ടമില്ല. ഇത്രയധികം ജപമാല ചൊല്ലുന്നതും മാതാവിൻ്റെ സഖ്യങ്ങൾ സ്ഥാപിക്കുന്നതും ഭക്തകൃത്യങ്ങൾ ബാഹ്യമായി ആചരിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമെന്നിവർ ചോദിക്കുന്നു. ഇവയെല്ലാം സത്യമതത്തെ കോലം കെട്ടിക്കുകയാണ് എന്ന് ഇവർ പറയുന്നു. നാം ക്രിസ്തുവിലാണ് ആശ്രയിക്കേണ്ടത്. അവിടുന്നാണ് നമ്മുടെ ഏക മധ്യസ്ഥൻ. നാം ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കേണ്ടത്. അതാണ് യഥാർത്ഥ ഭക്തി. ഇവർ സാധാരണമായി പുറപ്പെടുവിക്കാറുള്ള അഭിപ്രായങ്ങളാണിവ. ഇവർ പറയുന്നത് ഒരർത്ഥത്തിൽ ചിലപ്പോൾ ശരിയാണെന്ന് വരാം. എന്നാൽ മരിയഭക്തിക്ക് വിഘാതമാകത്തക്ക വിധത്തിൽ ഇവർ തങ്ങളുടെ സിദ്ധാന്തം പ്രായോഗികമാക്കുക നിമിത്തം അത് അപകടപൂർണമായി തീരുന്നു. ഉപരിനന്മയുടെ പുറംചട്ടയണയിച്ച് പിശാച് പ്രദർശിപ്പിക്കുന്ന ഒരു കുരുക്കാണിത്. കാരണം മറിയത്തെ എത്ര കൂടുതലായി നാം ബഹുമാനിക്കുന്നോ അത്രയധികമായി നാം യേശുക്രിസ്തുവിനെ ബഹുമാനിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നാം മറിയത്തെ ബഹുമാനിക്കുന്നത് യേശുവിനെ ഏറ്റവും പൂർണ്ണമായി ബഹുമാനിക്കുന്നതിനും നാം അവളെ സമീപിക്കുന്നത് നാം തേടുന്ന നമ്മുടെ പരമ അന്ത്യമായ യേശുവിനെ കണ്ടുമുട്ടുവാനുമുള്ള വഴി അവൾ ആയതിനാലുമാണ്. തിരുസഭ പരിശുദ്ധാത്മാവിനോട് കൂടെ ആദ്യം മാതാവിനെയാണ് അഭിവാദനം ചെയ്യുന്നത്, പിന്നീട് പുത്രനെയും. അതാണ് ജപമാലയിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന, തിരുവചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. മറിയം ക്രിസ്തുവിനേക്കാൾ വലിയവളോ ക്രിസ്തുവിന് തുല്യോ ആണെന്നല്ല ഇതിൻ്റെ അർത്ഥം. അങ്ങനെ പറയുന്നത് തെറ്റാണ്. ക്രിസ്തുവിനെ കൂടുതൽ ഉത്കൃഷ്ടമായി പ്രകീർത്തിക്കുവാൻ ആദ്യം മറിയത്തെ നാം പ്രകീർത്തിക്കണം എന്ന് വിശുദ്ധർ പഠിപ്പിക്കുകയാണ്. ആകയാൽ യഥാർത്ഥ മരിയഭക്തരോട് കൂടെ നമുക്കും സംശയാലുക്കൾക്ക് എതിരായി ഇപ്രകാരം പറയാം: മറിയമേ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു, നിൻ്റെ ഉദരഫലമായ ക്രിസ്തു അനുഗ്രഹീതനാകുന്നു എന്ന്. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് വളരെ വ്യക്തമായ ചില അഭിപ്രായങ്ങളാണ് ഇവിടെ പ്രകടിപ്പിക്കുക. ഇപ്രകാരം പരിശുദ്ധ അമ്മയിലൂടെ യേശുക്രിസ്തുവിലെത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.